എല്ലാവർക്കും നമസ്കാരം. വെരിക്കോസിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രധാന വില്ലനാകാറുണ്ടോ? അതുപോലെ തന്നെ അത് ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ടോ? ഇന്ന് നമുക്ക് അതിനെപ്പറ്റി നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. നമ്മൾ പലപ്പോഴും ഈ സെക്ഷൽ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സെക്ഷലി ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ ചെയ്യുമ്പം ആളുകൾ കാണാറുള്ളത് പലപ്പോഴും വേറിട്ടൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് പലപ്പോഴും ആളുകൾ കാണാറുള്ളത്. നമ്മൾ പ്യുവറായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ചെയ്യാറുള്ളത്. അതിൽ തന്നെ ഈ 18 വയസ്സായിട്ടുള്ള ആർക്കും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ മറ്റ് ഭാഗങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പോലെ തന്നെയാണ് സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻസ് വഴിയും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്തോട് കൂടി നമ്മളതിനെ കണ്ടാൽ മാത്രമേ അതിന് വരുന്ന അസുഖങ്ങളെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടും 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആർക്കും ഇത്തരത്തിലുള്ള വീഡിയോസുകൾ കാണാവുന്നതാണ്. ഇതിനൊരു പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ടാണ് നമ്മളിത് കാണേണ്ടത്. പുരുഷന്മാരുടെ വൃഷണങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വെയിൻസ് അബ്നോർമലായിട്ട് എൻലാർജ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് വെരിക്കോസീൽ എന്ന് പറയുന്ന കണ്ടീഷൻസ്. അത് കൂടുതലായിട്ട് കാണുന്നത് മൂലം തന്നെ ചിലപ്പോൾ അത് ഒരു ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യതയിലേക്കും അതുപോലെ തന്നെ നോർമലി ഉള്ള ഒരു സെക്ഷൽ ലൈഫിലേക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് വരുന്ന കാരണങ്ങളെ പറ്റി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ട് വെരിക്കോസീൽ എന്നുള്ള കണ്ടീഷൻസ് വരുമ്പം അതിൻ്റെ റീസൺസ് എന്തൊക്കെയെന്നും നമുക്ക് നോക്കാം. വെരിക്കോസ് വെയിൻ്റെ പ്രധാന റീസൺ ആയിട്ട് പറയാറുള്ളത് ആ ഭാഗങ്ങളിലുള്ള രക്തക്കുഴലുകൾ വളരെ വീക്ക് ആവുന്നതും അതുപോലെ തന്നെ ബ്ലാക്ക് ഫ്ലോ കൂടുതലായിട്ട് ഉണ്ടാകുന്നതും കൂടുതലായിട്ട് ലോങ് സ്റ്റാൻഡ് ചെയ്യുന്ന ആളുകളിലും അതുപോലെ തന്നെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുക, നമ്മുടെ ജിമ്മിലൊക്കെ പോയിട്ട് കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആളുകൾ തുടങ്ങിയ ആളുകളിലൊക്കെയാണ് അത് കൂടുതലായിട്ട് കാണാനുള്ള റീസൺസ് ഉണ്ടാവാറുള്ളത്. മറ്റൊരു പ്രധാന കാരണമാണ് ജനറ്റിക് ടെൻഡൻസി. നമ്മുടെ ഫാമിലിയിൽ മറ്റാർക്കെങ്കിലും ഇത്തരത്തിലുണ്ടെങ്കിൽ അത് നമ്മൾക്കും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ, പലപ്പോഴും നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ വഴിയാണ് അതാണോ എന്ന് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാറുള്ളത്. പ്രധാനമായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവാറുള്ളത് വൃഷണത്തിൽ ഒരു ഭാരം കൂടുതലായിട്ട് ഫീൽ ചെയ്യുക, അതുപോലെ തന്നെ ആ ഭാഗങ്ങളിൽ പെയിൻ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. നിൽക്കുമ്പോൾ കൂടുതലായിട്ട് ആ ഭാഗങ്ങളിൽ ഒരു സ്വെല്ലിങ്സ് ഫീൽ ചെയ്യുക എന്നുള്ളത്. ചില ആളുകൾക്കൊക്കെ എന്താ വെച്ചാൽ ആ ഭാഗങ്ങളിൽ നമ്മൾ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തടിച്ച ഞരമ്പുകൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതും വെരിക്കോസീലിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. ഇനി ഇത്തരത്തിൽ വെരിക്കോസീലുകൾ ഉള്ള ആളുകൾക്കാണെങ്കിൽ പലപ്പോഴും ചില ആളുകൾക്ക് എന്താ വെച്ചാൽ യാതൊരു സിംറ്റംസും ഇല്ലാതെ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യുമ്പോഴാവും ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ചിലപ്പം ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അവരുടെ കൗണ്ട് മോട്ടിലിറ്റി ഒക്കെ കുറവാണെങ്കിൽ നമ്മളൊരു ഡോപ്ലർ സ്ക്രോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലാണ് അതിൻ്റെ റിസൾട്ടായിട്ട് കാണാറ് മീൻസ് ഇത്തരത്തിൽ വെരിക്കോസീലിൻ്റെ ഗ്രേഡുകളായിട്ട് കാണാറുള്ളത്. പ്രധാനമായിട്ടും 4 ഗ്രേഡ് ആയിട്ടാണ് ഇത്തരത്തിൽ വെരിക്കോസീൽ ഉണ്ടാവാറുള്ളത്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്നുള്ള ലെവലിലാണ് വെരിക്കോസീൽ ഉണ്ടാവാറുള്ളത്. ഈ വെരിക്കോസീൽ മൂലം തന്നെ പലപ്പോഴും ആളുകളിൽ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അതിൽ ആദ്യം പറയുകയുണ്ടായി സ്വെല്ലിങ്സ് ഉണ്ടാവാറുണ്ട്, ചില ആളുകളിൽ പെയിൻ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റിയാണ് ഇതിൻ്റെ ഒരു പ്രധാന ഇഷ്യൂസ്. പ്രധാനമായിട്ടും വന്ധ്യതാ ചികിത്സയിൽ ഉള്ള കപ്പിൾസൊക്കെ ആണെങ്കിൽ അവരിൽ സ്പേംസിൻ്റെ കൗണ്ട് കുറയുക, അതായത് ബീജത്തിൻ്റെ അളവ് കുറയുക, മോട്ടിലിറ്റി കുറയുക തുടങ്ങിയവയൊക്കെ ഇത്തരത്തിൽ വെരിക്കോസീൽ മൂലം കാണാറുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വെരിക്കോസീലുള്ള ആളുകളിൽ കാണിക്കാറുള്ളതാണ് കോൺഫിഡൻസ് ലെവൽ കുറയുക, അതുപോലെ തന്നെ ഇറക്ഷൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ കുറയുക. ഇതൊക്കെ ഈ വെരിക്കോസീൽ മൂലം കാണിക്കാറുണ്ട്. ചിലപ്പോൾ ഇറക്ഷൻ സംഭവിക്കുന്ന സമയത്ത് പെയിൻ ഫീൽ ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സ്പേംസിൻ്റെ ക്വാളിറ്റി കുറയുക എന്നുള്ളത് മറ്റൊരു പ്രധാന റീസണാണ്. ഇനി ഇത്തരത്തിലൊക്കെ വെരിക്കോസീലുള്ള ആളുകളാണ് നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്നുള്ളത്. ഈ സ്വെല്ലിങ് നന്നായിട്ട് ഫീൽ ചെയ്യുക, അതുപോലെ തന്നെ ഉദാഹരണ സമയത്ത് പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് ആ സ്ക്രോട്ടത്തിൻ്റെ ഭാഗത്ത് ടെസ്റ്റിസിൻ്റെ ഭാഗത്തൊക്കെ പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ഇനി ഒരു ഇൻഫെർട്ടിലിറ്റി കപ്പിൾസ് ആണെങ്കിൽ അവരിൽ ഇത്തരത്തിലൊക്കെ ഇഷ്യൂസുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഇനി ഇത്തരത്തിൽ ഈ ടെസ്റ്റിസിനകത്ത് നമുക്ക് ഇത്തരത്തിൽ വെരിക്കോസീൽ ഉണ്ട് എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയൊക്കെയാ വെച്ചാൽ, ഒന്ന് നമ്മൾ ഫിസിക്കലായിട്ടുള്ള എക്സാമിനേഷൻ അതിനാവശ്യമാണ്. മറ്റൊന്ന് അൾട്രാസൗണ്ട് ആണ്. നമ്മുടെ ഡോപ്ലർ സ്ക്രോട്ടം എന്ന് പറയും. സ്ക്രോട്ടത്തിൻ്റെ ഡോപ്ലർ സ്റ്റഡീസ് നോക്കിയിട്ട് നമുക്ക് ആ വെരിക്കോസീൽസിൻ്റെ ഗ്രേഡൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സെമൻ അനാലിസിസ് കൂടി, ബീജത്തിൻ്റെ അളവ് നോക്കുന്ന ടെസ്റ്റുകളും നോക്കിയിട്ട് കൗണ്ടിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇത്തരത്തിൽ ഈ വെരിക്കോസീലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിനെ പ്രതിരോധിക്കുക, അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില ഹോം റെമഡീസുകൾ എന്തൊക്കെയെന്ന് നോക്കാം. അതായത് ടൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ടിങ് അണ്ടർവെയർസ് ധരിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റൊന്ന് ലോങ് സ്റ്റാൻഡിങ് ഒഴിവാക്കുക. ദീർഘനേരം
ലോങ് സ്റ്റാൻഡിങ് ഒഴിവാക്കുക എന്നുള്ളത്. കുറേ നേരം നിൽക്കുന്ന ഒരു വ്യക്തിയൊക്കെയുള്ള ആളുകളാണെങ്കിൽ കൂടുതൽ സമയം നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു അല്പനേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു 10 to 20 മിനിറ്റ്സ് ഒക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം ആ ജോലി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. മറ്റൊന്ന് ഹെവി ലിഫ്റ്റിംഗ് ഒക്കെ ഒഴിവാക്കുക. നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലൊരു ഇഷ്യൂസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെ ഒക്കെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ നന്നായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട മറ്റൊന്നാണ് സ്മോക്കിംഗ്, ആൽക്കഹോൾ, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, കാർബണേറ്റ് ഡ്രിങ്ക്സുകൾ തുടങ്ങിയവ ഒഴിവാക്കുക. മറ്റൊന്ന് നമ്മൾ ഭക്ഷണം എടുത്തേണ്ടതാണ് ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണം തുടങ്ങിയവയൊക്കെ പപ്പായ, പേര, ഓറഞ്ച്, മുസമ്പി തുടങ്ങിയവയൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. സിങ്ക് അടങ്ങിയിട്ടുള്ള മിനറൽസുകൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ പംകിൻ സീഡ്, അതുപോലെ തന്നെ വാൾനട്ട്, ബദാം തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊന്നാണ് നമ്മുടെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫ്ലാക്സ് സീഡുകൾ, നമ്മുടെ കടൽ മത്സ്യങ്ങൾ, അതിൽ തന്നെ മത്തി, ചാള തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത്തരത്തിലുള്ള ഈ വെരിക്കോസിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ചില ഹോം റെമഡീസുകളുണ്ട്. ഇത്തരത്തിലുള്ള ഈ വെരിക്കോസിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ആദ്യമൊക്കെ ഇത് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റ് ഇന്നർവെയർസ് യൂസ് ചെയ്യുക. അതിനകത്ത് തന്നെ സ്ക്രോട്ടൽ സപ്പോർട്ട് നന്നായിട്ട് കൊടുക്കും ഈ ടൈറ്റ് ഇന്നർവെയർസ്. അപ്പോൾ അത്തരത്തിലുള്ളവ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലോങ് സ്റ്റാൻഡിങ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇത്തരത്തിൽ നല്ല പെയിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾഡ് കംപ്രസ് ചെയ്യാവുന്നതാണ്. ഒരു 10 to 15 മിനിറ്റ്സ് ഐസ് ബാഗ്സ് വെച്ചിട്ട് ഒരു കവറിനകത്ത് അല്ലെങ്കിൽ ഒരു തുണിക്കകത്ത് ഐസ് ക്യൂബ്സ് വെച്ചിട്ട് നമുക്കതൊരു 10 to 15 മിനിറ്റ്സ് കംപ്രസ് ചെയ്ത് കൊടുക്കുക ആ ഏരിയ. ആ സമയത്ത് നമുക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ലൈറ്റ് എക്സസൈസുകൾ ചെയ്യുക. ആദ്യം പറഞ്ഞു വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെയുള്ള എക്സസൈസുകൾ ഒഴിവാക്കാൻ വേണ്ടി ലൈറ്റ് എക്സസൈസുകളായിട്ടുള്ള വാക്കിംഗ് പോലെയുള്ളവ ചെയ്യുന്നത് നല്ലതാണ്. യോഗ പോലെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വെരിക്കോസിൽ കുറയ്ക്കാൻ വേണ്ടി ചെയ്യാവുന്നതാണ്. അതുപോലെ ഓവർ വെയിറ്റ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഈ ഒബിസിറ്റി വെയിൻസിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യാനും വെരിക്കോസിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള BMI മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത്തരത്തിലുള്ള ഈ വെരിക്കോസിൽ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ജനറൽ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ വെച്ചാൽ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാറുള്ളത്. വളരെ സിവിയർ ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന് സർജറിയാണ് ഓപ്ഷൻസ് ആയിട്ട് പറയാറുള്ളത്. പക്ഷേ ഈ വെരിക്കോസിൽസിൻ്റെ പെയിനും വേദനകളൊക്കെ നമുക്കത് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അത്യാധുനിക ടെക്നിക്കായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുകയും ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറുള്ളത്. ഇനി ഹോസ്പിറ്റലിൽ വരാൻ സാധ്യമല്ലാത്തവർക്ക് നമുക്ക് ഓൺലൈൻ വഴിയും ചികിത്സ ലഭ്യമാണ്. ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്.